ഇപ്പം നമുക്ക് ഏറ്റവും വലിയ തലവേദന ഈ MACT കേസ് 2-3 മാസം കൂടുമ്പോൾ വക്കീലിന് നമ്മുടെ ഒരു വക്കീൽ അവിടെ ഹാജരാവണം. അതൊരു തലവേദനയാണ്, ഒരു കാര്യമില്ല. ശേഷം വേറെ ബന്ധമൊന്നും നിങ്ങളുമായിട്ടില്ലാത്തത് എന്തുകൊണ്ടാണെന്നുള്ളതിന്റെ കാരണം എന്തെങ്കിലും? എന്ത് പറയാനാ, കാരണം പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വഴക്കൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾ തമ്മിൽ. അർജുനുമായിട്ട് എന്തെങ്കിലും പിന്നീട് അവരുമായിട്ട് ബന്ധമുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും? ബന്ധം കാണും. അവരുടെ അമ്മാവൻ്റെ ഭാര്യ ചെർപ്പളശ്ശേരിയിൽ ആയുർവേദ റിസോർട്ടിലുണ്ട്. അവർ കുറേ നാൾ ഇവിടെ വന്ന് താമസിച്ചിരുന്നു. ഇപ്പം ഉണ്ടോ ഇല്ലയെന്ന് അറിഞ്ഞുകൂടാ. അർജുൻ്റെ അമ്മാവൻ്റെ ഭാര്യ ലത എന്നാ പറ്റണം അവരുടെ പേര്. അവർ കുറേ നാൾ അവിടെ താമസിച്ചിരുന്നു ബാലുവിൻ്റെ വീട്ടിൽ ഇവരുടെ കൂടെ. അപ്പോൾ അന്ന് അന്ന് ഈ തമ്പിയൊക്കെ ആയിട്ട് നമ്മൾക്ക് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി വന്നതാണ് എന്നാണ് അന്ന് പറഞ്ഞത് തമ്പിയും വിഷ്ണുവൊക്കെ. അറിഞ്ഞൂടാ ഒന്നും. നമ്മളോട് എതിർപ്പ് വരേണ്ട കാര്യമില്ല അവർക്ക്. പക്ഷേ വലിയ കോണ്ടാക്റ്റ് ഒന്നുമില്ല. പക്ഷെ ഞങ്ങൾ തമ്മിൽ ടേംസ് മോശമൊന്നുമില്ല. വേറെ സംസാരമോ വഴക്കോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അവർ കല്യാണം കഴിച്ച സമയത്ത് നമ്മൾ വലിയ കോപ്പറേഷൻ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാനന്നും പോവുമായിരുന്നു. അവരാണ് കോപ്പറേറ്റ് ചെയ്യാത്തത്. കാരണം ബാലുവിൻ്റെ പൈസ നമ്മൾ വാങ്ങിച്ചു കൊണ്ടുപോകുന്നുള്ള പേടി. അത്ര വേറെ ഒന്നുമില്ല. പിന്നെ ഇപ്പോൾ ഇവർക്ക് ഒരുപാട് രൂപ കിട്ടിയെന്ന് പറഞ്ഞു കേട്ടോ, ഇൻഷുറൻസിൻ്റെയൊക്കെ. അത് നമ്മൾ ക്ലെയിം ചെയ്യാനൊന്നും പോയൊന്നുമില്ല. ഇൻഷുറൻസ് കമ്പനിക്കാരൻ വന്ന് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ അവർക്ക് കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞു, നമുക്കെന്തോ ഒബ്ജക്ഷൻ, നിങ്ങൾ നിയമം അനുസരിച്ച് ചെയ്തു. അവർക്ക് കൊടുക്കാനുള്ളതാണെങ്കിൽ കൊടുക്കണം, അവർക്ക് കിട്ടിക്കോട്ടെ, നമുക്കതിൽ എതിർപ്പൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എത്ര രൂപ കിട്ടി? ഒരു പോളിസി തന്നെയാണ്ട് 1,12,00,000 രൂപയെ 22 ലക്ഷം രൂപ മറ്റോ ഒരൊറ്റ പോളിസിയിൽ കിട്ടി. പിന്നെ ഇരട്ടി പൈസയാണല്ലോ ആക്സിഡൻറ്റിന്. അവർക്ക് ഒരുപാട് രൂപ കിട്ടിയിട്ടുണ്ടെന്നാണ് അറിവ്. എത്രയുണ്ടെന്നൊന്നും നമ്മൾ അന്വേഷിച്ചില്ല, അറിഞ്ഞും കൂടാ. പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടുമില്ല അവർ. അതിൻ്റെയൊക്കെ പുറകിൽ ഈ വിഷ്ണുവിൻ്റെയൊക്കെ പുറകിൽ നടക്കണമെന്നാണ് പറഞ്ഞത്, പൈസ വാങ്ങിക്കാനും കൊടുക്കാനും ഒക്കെ. കാരണം ഇവർക്ക് ഈ KSF-യിൽ കുറേ രൂപ അടപ്പുണ്ടായിരുന്നു എൻ്റെ. അതൊക്കെ അവനാണ് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയത്, വിഷ്ണു. ഏതായാലും നമുക്ക് പോയി നമ്മുടെ മോൻ. ഞാൻ അറിഞ്ഞത് വട്ടിയൂർക്കാവ് ഏരിയയിൽ തിട്ടമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവരുടെ ആങ്ങളയുടെ കൂടെയാണ് താമസിക്കണമെന്ന് തോന്നുന്നു. ഞാൻ കണ്ടിട്ടേ ഇല്ല. അവർക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട, നമ്മൾ പിന്നെ നിർബന്ധിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കാരണം വേറെ കോണ്ടാക്റ്റിന് സ്കോപ്പൊന്നുമില്ലല്ലോ. ഞാൻ പോയില്ലേ, പിന്നെ എന്ത് കാര്യം ഇരിക്കണേ? പിന്നെ അവർക്ക് നമ്മുടെ ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യണമെന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു. കോണ്ടാക്ട് ചെയ്തില്ല. നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ പറയണം, വിളിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു ഞാൻ. അതിലൊന്നും താല്പര്യമില്ലായിരിക്കും അവർക്ക്, അതുകൊണ്ട് വിളിച്ചില്ല. ഈ MACT കേസ് നമുക്കൊരു തലവേദനയാണ് കേട്ടോ. ഒരു കാര്യമില്ലാതെ ബാലുവാണ് ഓടിച്ചത്, അതുകൊണ്ട് ഞാൻ 1 കോടി രൂപ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവൻ കേസ് കൊടുത്തപ്പോൾ നമ്മൾ കൂടെ കോടതിയിൽ നമ്മൾ വക്കീലിനെ അയക്കേണ്ട ഗതികേടാണ്. ആ കേസ് ഇങ്ങനെ മാറ്റി വെച്ച് പോവുകയാണേ. പക്ഷെ അങ്ങനെ കേസേ ഇല്ല വാസ്തവത്തിൽ. കോടതിയെ സ്വീകരിക്കാൻ പാടില്ലാത്തതാണ്. എന്ത് ചെയ്യാനോ.